കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കഴിക്കാൻ എന്തേലും തരണേ, വിശന്നിട്ട് വയ്യേ. എന്റെ വയറ്റിന് നല്ല സുഖം തോന്നുന്നില്ല. കുറച്ച് മോരുണ്ടാക്കി തരാൻ പറഞ്ഞപ്പോ നിനക്ക് പറ്റില്ലായിരുന്നു. എന്നിട്ടൊരു പിച്ചക്കാരൻ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോ കൊണ്ടുകൊടുക്കാൻ മനസ്സുണ്ടല്ലോ. വിശക്കുന്ന വയറിനും അസ്വസ്ഥതയുള്ള വയറിനും ഒത്തിരി വ്യത്യാസമുണ്ട് ചേച്ചി. അത് ചേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. വിശന്നിട്ട് വയ്യേ, കഴിക്കാൻ എന്തേലും തരണേ. ചെല്ലടി, എന്റെ വയറിന്റെ അസ്വസ്ഥത എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അയ്യോ അയ്യോ അയ്യോ, ദേ സാരി കരിഞ്ഞു പോകുന്നു. അമ്മേ, അമ്മയുടെ സാരി കരിച്ചു കളഞ്ഞു. അയ്യോ അയ്യോ അയ്യോ, സാരി. ഈശ്വരാ. ഓ, എന്താ വൈദേഹി കാണിച്ച്? പിച്ചക്കാരന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാരിയുടെ പുറത്ത് തേപ്പൂട്ടി വെച്ചിട്ടാ പോവാ? അമ്മ പൊന്നുപോലെ വെച്ചിരുന്നതാ അത്. മാത്രമല്ല, മധുര മീനാക്ഷി അമ്പലത്തിലെ ദേവി ഉടുപ്പിച്ചിരുന്ന സാരി അച്ഛൻ പ്രത്യേകമായിട്ട് കൊണ്ടു കൊടുത്തതാ. അത് തന്നെ നീ കരിച്ചു കളഞ്ഞല്ലോ. അമ്മ ഇങ്ങോട്ട് വന്നേ, നോക്കിക്കേ. വാ നോക്ക്, ആ സാരി ഇനി എന്തിനു കൊള്ളാം. അമ്മേ, അത് തേച്ചോണ്ടിരുന്നപ്പോഴ ഒരു ഭിക്ഷക്കാരൻ വന്നത്. പോവരുത്. ഈ സാരി എത്ര വിലപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ടും ഒരല്പം പോലും ശ്രദ്ധിക്കാതെ ഇങ്ങനെ കരിച്ചളയാൻ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ ശ്രദ്ധിച്ചു തന്നെയാ ചെയ്തത്. അതിനിടയ്ക്ക് ആ ഭിക്ഷക്കാരൻ വിശക്കുന്നു എന്ന് പറഞ്ഞു. സാരിയുടെ പുറത്ത് തേപ്പൂട്ടി വെച്ച് പോവോ? വീട്ടില് വേറെ ആരുണ്ടായിരുന്നില്ലേ? നീ തന്നെ കൊണ്ടേ കൊടുത്താൽ അയാളുടെ വയറ് നിറയൂ. അതല്ലേ ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞതാ അമ്മേ. വേണ്ട, ഞാൻ തന്നെ കൊടുത്തോളാന്നും പറഞ്ഞു സാരി കരിക്കാൻ കൊടുത്തിട്ട് അവള് പോയേക്കുന്നു. എന്തു പറ്റി ചേച്ചി? പട്ട് സാരിക്ക് തൊളയിട്ടു നിന്റെ ചേച്ചി.
പാവം, അച്ഛനത് മധുര മീനാക്ഷിയുടെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. അമ്മയത് ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു. കടയെ കൊടുത്തോളാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ ആള് കളിക്കാൻ നോക്കിയതാ. നീ എന്റെ വൈദേഹി ഇങ്ങനെ വന്നു വന്ന് നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാണ്ടായിരിക്കാണല്ലോ. വീട്ടിലെ മുതിർന്നവരെ എന്തെങ്കിലും പറഞ്ഞാ അതനുസരിക്കണമെന്ന് പോലുമില്ല. തോന്നിയതുപോലുള്ള തീരുമാനങ്ങളല്ലേ നിന്റെ, അതാ ഇതുപോലെയൊക്കെ സംഭവിക്കുന്നത്. അല്ലമ്മേ, ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോ തേപ്പ് പെട്ടി എടുത്ത് മാറ്റി വെച്ചിട്ടാ പോയത്. പക്ഷെ തിരിച്ചു വന്ന് നോക്കിയപ്പോ അത് സാരിയുടെ പുറത്ത് ഇരിക്കുന്നതാ അമ്മ ഞാൻ കണ്ടത്. എന്നുവെച്ചാ ആരോ മനഃപൂർവ്വം അത് സാരിയുടെ പുറത്ത് എടുത്തു വെച്ചെന്നാ ആരോ ആക്കുന്ന എന്തിനാ? ഞാൻ മാത്രമായിരുന്നല്ലോ അപ്പൊ ഇവിടെ ഇരുന്നത്. ഞാൻ തന്നെയാണെന്നങ്ങ് പറ. അല്ലെങ്കിൽ പിന്നെ ദേ നിൽക്കുന്നു, പുതിയതായിട്ട് വന്ന ഇവളായിരിക്കും ചെയ്തത്. അവളുടെ തലയിലോട്ട് വെച്ചു കൊടുക്കും. നീ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് ഒന്നും അറിയാത്തവരെ ബലിയാടാക്കുന്നത് നിന്റെ സ്ഥിര സ്വഭാവ. ചേച്ചി ചേച്ചി ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ ഇതിൽ തെറ്റുകാരിയല്ലെന്ന് ഓർമ്മയിലേച്ചിക്ക് അറിയാം. ഞാൻ അമ്മയുടെ സാരി തേച്ചോണ്ടിരിക്ക ആ ഭിക്ഷക്കാരൻ ഇത്തിരി ചോറെടുത്ത് കൊടുക്കെന്ന് പറഞ്ഞപ്പോ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ എനിക്ക് പോയി കൊടുക്കേണ്ടി വന്നത്. അമ്മയൊന്നും വിടാതിരിക്കേ. സത്യത്തിൽ ഇത് അമ്മ കൊടുക്കേണ്ട തല്ലായിരുന്നു. എടി, നീ എന്തിനാ ഇങ്ങനെ തലതിരിഞ്ഞ ബുദ്ധി കാണിക്കുന്നേ? ഒന്ന് മാറിക്കൂടെ നിനക്ക്? എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് എല്ലാം തലയിലെടുത്ത് വെക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കൂടെ നിനക്ക്? ആദ്യം കണ്ടപ്പോ തൊട്ട് നീ ഇങ്ങനെ തന്നെയാ. വേറെ എല്ലാവർക്കും വേണ്ടി ചിന്തിച്ചുകൊണ്ട് നടക്ക. നിന്റെ ഈ സ്വഭാവം കാരണം നീ നിന്നെ മാത്രമല്ല നിന്നെ സ്നേഹിക്കുന്നവരെ കൂടി ഒരു കാര്യമില്ലാതെ വിഷമിപ്പിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ നല്ലൊരു മനസ്സുണ്ടായതുകൊണ്ട് മാത്രമായില്ല. ആ മനസ്സിന്റെ ഉള്ളിലെ നന്മ അവനവന് തന്നെ ദോഷമായി മാറാതെ നോക്കേണ്ടത് നമ്മുടെ തന്നെ കടമയാണ്. അല്ലെങ്കിലേ എത്ര തന്നെ നീ നല്ലത് ചിന്തിച്ചാലും, എത്ര തന്നെ നീ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പാടുപെട്ടാലും അവസാനം എന്നും ഇതേപോലെ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. ഇനിയെങ്കിലും നീ ഇതൊന്ന് മനസ്സിലാക്ക്. നിന്റെ നന്മയെക്കുറിച്ച് കൂടി ചിന്തിക്കാൻ നീ ശീലിക്കണം വൈദേഹി. നമുക്ക് ശേഷം മതി മറ്റുള്ളവരുടെ കാര്യം. എങ്കിൽ മാത്രമേ നിന്റെ ഈ ജന്മം കൊണ്ടൊരർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന്റെ വരും വരായികളെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നേ. മരം വണ്ടി. ഛേ, നല്ല
ചൂട് പിടിച്ചു വന്നുകൊണ്ടിരുന്ന സമയത്ത് അവൻ കേറി വന്ന് എല്ലാം നശിപ്പിച്ചു. ദേവൻ ഇടയ്ക്ക് കേറി വന്നതും അമ്മ അങ്ങ് ഐസ് പോലെ തണുത്തു. അല്ലെങ്കിൽ വൈദേഹിയിട്ട് വട്ട് തട്ടിയന്. തല്ലുന്ന പോലെ തല്ലി അവൻ അമ്മയ്ക്കിട്ട് വെച്ചിട്ടാ പോയത്. നോക്കാം, ഇനിയും അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. അയ്യോ ദേവട്ടാ, ദേവട്ടാ, എന്ത് ദേവട്ടെ കാണിച്ച്? എന്തിനാ ഇങ്ങനെ സ്വയം വേദനിപ്പിക്കുന്നേ? വല്ലതും പറ്റിയിരുന്നെങ്കിലോ? കൈ മൊത്തം മുറിഞ്ഞു. നീ വിടുവിനിയ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദേവട്ടാ. വൈദേഹി ചേച്ചിയുടെ കരണത്തടിച്ചതിന് ദേവടെ സ്വയം ശിക്ഷിക്കാനല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ശിക്ഷയോ? ഞാൻ കാണിച്ച ആ തെറ്റിന് ഇത്രയും മാത്രമല്ല, ദേഹം മുഴുവനും മുള്ളുകൊണ്ട് വരിഞ്ഞു മുറുക്കണം. ജീവനെ പോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ച വൈദേഹിയിലാണ് ഈ കൈകൊണ്ട് ഞാൻ ആ സമയത്ത് അടിച്ചത്. അപ്പൊ ഞാൻ അവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലേ? അയ്യോ, അങ്ങനൊന്നും പറയില്ല ദേവട്ടാ. ദേവട്ടിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് എന്നെക്കാളും കൂടുതലായിട്ട് വേറെ ആർക്കാ അറിയുന്നേ? അത്രയും പവിത്രമായ സ്നേഹം ആയതുകൊണ്ടല്ലേ സാഹചര്യങ്ങളൊക്കെ മാറി പറഞ്ഞിട്ടും ആരൊക്കെയോ ദേവടന്റെ ജീവിതത്തിൽ കൈകടത്താൻ നോക്കിയിട്ടും ഒടുവിൽ ദേവടന്റെ ചേച്ചി ഒന്നിച്ചത്. എന്നും പറഞ്ഞ് അവളെ തല്ലിയത് ശരിയായോടാ? അത് അവളുടെ തെറ്റല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ഞാൻ എന്തിനങ്ങനെ ഒരു അവിവേകം കാണിച്ചു? തല്ല് കൊടുത്ത് എനിക്ക് ഇത്രയേറെ വേദനിക്കുന്നുണ്ടെങ്കിൽ അവളുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ തെറ്റ് ചെയ്തു പോയടാ വിനിയ. വളരെ വലിയ തെറ്റാ ഞാൻ ചെയ്തേ. ഞാൻ വൈദേഹി തല്ലിയതിന് പ്രായശ്ചിത്തം ചെയ്യാൻ പോലും പറ്റില്ല. വൈദേഹി ചേച്ചിയോടുള്ള ദേവട്ടന്റെ പ്രണയോ ഇങ്ങനെ സങ്കടമായിട്ട് പുറത്തേക്ക് വരുന്നത്? സ്നേഹ കൂടുതൽ കൊണ്ടല്ലേ ദേവട്ട വൈദേഹി ചേച്ചിയോട് അങ്ങനെ പെരുമാറിയത്? നിങ്ങളെ രണ്ടുപേരെ പോലെ സ്നേഹിക്കാൻ 1000-ൽ ഒരാൾക്ക് പോലും പറ്റത്തില്ല. ഇത്രയും ആത്മാർത്ഥതയുള്ളവരെ ഞാൻ എന്റെ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. വൈദേഹി ചേച്ചിയുടെ ദേഷ്യം കൊണ്ടല്ലല്ലോ ദേവട്ട വൈദേഹി ചേച്ചി തല്ലിയത്. നല്ലത് ചെയ്യാൻ പോയിട്ട് തെറ്റുകാരിയായി നിസ്സഹായതോടെ നിൽക്കുന്നത് കണ്ടിട്ടല്ലേ? അതിവിടെ മറ്റുള്ളവർക്കെല്ലാം മനസ്സിലായപ്പോ ദേവടൻ ഇത്രയും സ്നേഹിക്കുന്ന വൈദേഹി ചേച്ചിക്ക് ഇത് മനസ്സിലാവില്ലേ? എല്ലാവരുടെ മുമ്പിൽ വെച്ച് തല്ലിയത് കൊണ്ട് ചിലപ്പോ അതിനൊരു വിഷമൊക്കെ ഉണ്ടാവും. ദേവടൻ ഒന്ന് പോയി സംസാരിച്ച ചേച്ചിയുടെ വിഷമൊക്കെ അവിടെ കഴിയോന്നേ. അങ്ങോട്ട് ചെല്ലേ ദേവട്ട, ചെല്ലേ. ശരി. സാറേ, സാറേ, വർമ്മ സാറേ, സാറേ. നമസ്കാരം വർമ്മ സാറേ. നമസ്കാരം. നമസ്കാരം. ഇരിക്കും. എന്താ കാര്യം പറഞ്ഞോളൂ. സാറേ, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലാ. ഞങ്ങളിപ്പോ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരിക്കുക. പോലീസിന്റെയും കോടതിയിലും പുറകെ പോകുന്നതിലും നല്ലത് നീതി, ന്യായവും ധർമ്മവും ഒക്കെ അറിയാവുന്ന സാറാവുമ്പോ നല്ലൊരു തീരുമാനം കിട്ടുമല്ലോ. പറഞ്ഞോളൂ, എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം ഞാൻ പറയാൻ മറന്നു സാറേ. ചെറിയ പ്രായത്തിൽ എന്റെ മോളെ എന്റെ അനിയത്തിയുടെ മോന് കല്യാണം കഴിച്ചു കൊടുത്തോളാന്ന് വാക്ക് കൊടുത്തിരുന്നു. വാക്ക് കൊടുക്കാന്ന് വെച്ചാ അതൊരു വെറും വാക്കൊന്നുമല്ലായിരുന്നു. ദൈവം സാക്ഷിയായി തലയെ തൊട്ട് സത്യം ചെയ്ത് അവന്റെ കൈകളിൽ എന്റെ മോളുടെ കൈവച്ച് വാക്കുറപ്പിക്കുകയും ചെയ്തതാ.
എനിക്കുണ്ടാകുന്ന മോക്ക് വെല്ലേട്ടന്റെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാവോ? ഓ, ഉറപ്പായിട്ടും കഴിപ്പിക്കാം. എന്റെ മോനെ കൊണ്ട് നിന്റെ മോളെ മാത്രമേ ഞാൻ കല്യാണം കഴിപ്പിക്കൂ. താങ്ക്സ് വെല്ലേട്ടാ. അന്ന് തൊട്ട് എന്റെ മോള് അവനെ മാത്രം ഇന്ന് എന്റെ മോള് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നു വർമ്മ സാറേ. പക്ഷെ ഇപ്പൊ കാര്യം മാറി പറഞ്ഞു. എന്റെ അനിയത്തി അവളുടെ മോളും എന്റെ മോള് വേണ്ടെന്നാ പറയുന്നത്. ചെയ്ത സത്യത്തിന് ഒരു വിലയില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ ഒരു സത്യം ചെയ്യുന്നത്? സാറ് തന്നെ ഒരു വഴി പറഞ്ഞത്. സാറേ, വിധി പറയുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കണം. ശരിയാണ്, ചെറുപ്പത്തിൽ എന്റെ ഏട്ടന്റെ മോളെ എന്റെ മരുമോളാക്കണമെന്ന് വിചാരിച്ചതാ. വലുതായ ശേഷം കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറുമല്ലോ. അവരുടെ ഇഷ്ടം നോക്കാതെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാന്ന് വെച്ചാ അവന് ഇഷ്ടമില്ലെങ്കിൽ അവനെ തന്നെ വേണമെന്ന് എന്തിനു വാശി പിടിക്കുന്നു? നിങ്ങളുടെ മോൾക്ക് വേറെ ബന്ധം നോക്കിക്കൂടെ? അതൊക്കെ ശരിയാ. അതിനുള്ള ശക്തി എനിക്ക് ഇല്ലാത്തോണ്ടല്ല. അവനെക്കാളും നല്ല ചെക്കൻ എനിക്ക് കിട്ടും. പക്ഷെ എന്റെ മോളുടെ മനസ്സിലാവും മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറൊരു കല്യാണത്തിന് അവൾ എങ്ങനെ സമ്മതിക്കും? ഇനി സാറ് പറ, വാക്കിന് വില ഇല്ലാന്ന് തന്നെയാണോ? അത് ഞങ്ങൾ ഇവര് വിശ്വസിച്ചാണോ തെറ്റ്? കൊടുത്ത വാക്ക് വിശ്വസിച്ച് എന്റെ മോള് സ്വപ്നം കണ്ടതാണോ തെറ്റ്? അവളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നുള്ളത് ശരിയാ. പക്ഷെ അവളെ ഇഷ്ടമില്ലാത്ത എന്റെ മോനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല സാറേ. സാർ ഒരു തീരുമാനം പറ. സാറ് പറയുന്നത് പോലെ ഞങ്ങൾ കേട്ട് നടന്നോളാം. തൽക്കാലം ഈ പ്രശ്നത്തിന് എൻ്റെ അടുത്തൊരു പരിഹാരമില്ല എന്ന് കരുതി നിങ്ങൾ ധൃതി വെച്ചൊരു തീരുമാനത്തിൽ എത്തുകയും വേണ്ട. കുറച്ച് ദിവസം കഴിയട്ടെ. ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചൊരു തീരുമാനം പറയാം. അത് തന്നെ. ഞാൻ പറയുന്നത് വരെ നിങ്ങളുടെ രണ്ടുപേരുടെയും മക്കൾക്ക് മറ്റൊരു വിവാഹം നടത്താൻ തൽക്കാലം ശ്രമിക്കണ്ട. അയ്യോ, ഏട്ടൻ പറഞ്ഞത് കേട്ട് വിഷമിക്കരുത്. ആലോചിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണും. വിളിക്കാമെന്ന് ഏട്ടൻ പറഞ്ഞില്ലേ? നിങ്ങൾ പോയിട്ട് വരും. ശരി കൗസല്യ, എന്നാ ശരി, എന്നാ ഞങ്ങൾ ശരി, പോട്ടെ. പതിവില്ലാതെ എന്തിനാ അവരോട് ദാസേട്ടൻ പിന്നെ വരാൻ പറഞ്ഞത്? എന്താ ദാസേട്ടന്റെ മുഖത്തൊരു പരിഭ്രമം? എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ച് എല്ലാം തലയിലെടുത്ത് വെക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിക്കൂടെ നിനക്ക്?